മലയാളികൾ എന്നും ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന താരമാണ് ഗിന്നസ് പക്രു. പൊക്കമില്ലായ്മ ഒരു കുറവല്ലെന്ന് തെളിയിച്ച താരമാണ് അദ്ദേഹം. നായകനായി അഭിനയിച്ചും സംവിധായകനും നിർമ്മാതാവുമൊക്കെയായി പക്രു സിനിമയുടെ പല മേഖലകളിലും കഴിവ് തെളിയിച്ചു. മിമിക്രി വേദികളിലൂടെയായിരുന്നു പക്രു എന്ന അജയ് കുമാർ പ്രശസ്തിയിലേക്ക് വളരുന്നത്. വിദേശ രാജ്യങ്ങളിലും മറ്റുമൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ച് തിരക്കുകളിലാണ് താരം. ഇതിനിടെ കുടുംബജീവിതത്തിനും വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. മുൻപ് മകൾ ദീപ്തകീർത്തിയുടെ റീൽസ് വീഡിയോ ചെയ്താണ് പക്രു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത്. തന്നെക്കാളും വളർന്ന മകളെപ്പറ്റി പല അഭിമുഖങ്ങളിലും പക്രു സംസാരിച്ചിരുന്നു. 2 വർഷം മുൻപാണ് നടൻ രണ്ടാമതും ഒരു പെൺകുഞ്ഞിന്റെ കൂടെ പിതാവാകുന്നത്. അടുത്തിടെയാണ് ഇളയ മകളുടെ ജന്മദിനവും പക്രു ആഘോഷിക്കുന്നത്. ഇപ്പോഴിതാ വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ തന്റെ മക്കളുടെ വിശേഷങ്ങൾ പങ്കുവച്ചാണ് പക്രു എത്തിയിരിക്കുന്നത്. മൂത്ത മകൾ ദീപ്തകീർത്തിക്ക് എന്റെ മുഖവുമായിട്ടാണ് സാമ്യമെങ്കിലും തന്റെ കാര്യത്തിൽ അവൾ വളരെ ഇമോഷണലാണെന്നാണ് നടൻ പറയുന്നത്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ചെറുതായി എന്തേലും പറഞ്ഞാൽ അവൾ ഇമോഷണലാകും. അങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ കർക്കശക്കാരനായൊരു പിതാവ് ആവാറില്ല. എന്നാൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും. വീട്ടിൽ ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യവും മറ്റുമൊക്കെയാണ് കൊടുക്കാറുള്ളതെന്ന് പക്രു പറയുന്നു. ഇളയ മകൾക്ക് ഇപ്പോൾ 2 വയസ്സായി. അവൾ ബാക്കി ആരോടും അത്ര കാര്യമായി സംസാരിക്കാറില്ല. പക്ഷെ എന്റെ അടുത്ത് വന്ന് വായിൽ തോന്നുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് എന്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരികെ വരുമ്പോൾ കയ്യിൽ മുട്ടായിയോ അങ്ങനെ എന്തേലും അവൾക്ക് വേണം. വളരെ ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാരൻ ഗൾഫിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴുള്ള സ്നേഹം പോലെയാണ്. രാവിലെ പോയി ഉച്ചയ്ക്ക് വരുമ്പോഴാണെങ്കിലും അങ്ങനെയാണ്. മൂത്ത മകൾ ജനിച്ച സമയത്ത് താൻ വലിയ തിരക്കിലായിരുന്നു. അവളുടെ ഈ പ്രായമൊക്കെ ഞാൻ ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ സിനിമയിൽ അഭിനയിക്കാനും പ്രോഗ്രാമുകൾക്ക് വിദേശത്തേക്കും മറ്റുമൊക്കെ പോയിരിക്കുകയായിരിക്കും. 1 മാസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് അവളുടെ കൂടെ നിൽക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല നല്ല മൊമെന്റ്സൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ രണ്ടാമത്തെ മകൾ വന്നതിന് ശേഷം ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു.